Hi students, welcome to Manorama Horizon. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സോ വി വിൽ സ്റ്റാർട്ട്. നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ആണുള്ളത് ദാറ്റ് വി വിൽ ഡിസ്കസ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിസ്റ്റഡ് എക്സ്പെരിമെന്റും ആ എക്സ്പെരിമെന്റിന്റെ ഫൈൻഡിങ്സും നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. സോ എന്താണ് മാഗ്നറ്റ്? വാട്ട് ഈസ് എ മാഗ്നറ്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്? സോ മാഗ്നറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു വസ്തുവാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റ് ഈസ് സംതിങ് വിച്ച് ക്യാൻ അട്രാക്ട് ഫെറസ് മെറ്റീരിയൽസ്. അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് മാഗ്നറ്റ്, നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ലൗഡ് സ്പീക്കർ. ലൈക്ക് സ്പീക്കറിന്റെ ബാക്കിൽ ദർ ഈസ് എ മാഗ്നറ്റ്. സോ അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്. ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് ആണ്. സോ ഇത്തരം മാഗ്നറ്റുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഹൗ ഡസ് എ മാഗ്നറ്റ് അട്രാക്ട്? മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു വസ്തു എങ്ങനെയാണ് മറ്റൊരു വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നത്? സോ ദർ ഷുഡ് ബി സം അട്രാക്റ്റീവ് ഫോഴ്സ് ക്രിയേറ്റഡ് ബൈ എ മാഗ്നറ്റ് ടു അട്രാക്ട് അതർ മെറ്റീരിയൽസ്, റൈറ്റ്? സോ ഒരു മാഗ്നറ്റിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും, ഓർ ഒരു റീജിയൻ ഓഫ് സ്പേസ് ഉണ്ടായിരിക്കും. സോ ആ റീജിയൻ ഓഫ് സ്പേസിനകത്ത് ഒരു മെറ്റീരിയൽ, അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു മെറ്റൽ വന്നാൽ മാത്രമേ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബാർ മാഗ്നറ്റ് ആണ് കാണുന്നത്. ആൻഡ് ഓൺ ദി സെക്കൻഡ് പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബാർ മാഗ്നറ്റ്, ആൻഡ് അറൌണ്ട് ഇറ്റ് യു ക്യാൻ സീ ദ മാഗ്നറ്റിക് ഫീൽഡ്, റൈറ്റ്? സോ ലെറ്റ്സ് സേ an എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു അയൺ ബ്ലോക്ക് ഉണ്ട് എന്ന് കരുതുക. സോ ഇഫ് ഐ ആം പ്ലേസിംഗ് an അയൺ ബ്ലോക്ക് സംവെയർ അറൌണ്ട് ഹിയർ, വാട്ട് വിൽ ഹാപ്പൻ? ഇത് ആ റീജിയൻ ഓഫ് സ്പേസ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് ഇപ്പൊ അയൺ ബ്ലോക്ക് ഇരിക്കുന്നത്. സോ ദർ ഈസ് എ ചാൻസ്, അല്ല ലൈക്ക് ദർ ഈസ് ദി അയൺ ബ്ലോക്ക് വിൽ ബി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റ്, റൈറ്റ്? സോ ഇഫ് ഐ ആം പ്ലേസിംഗ് an അയൺ ബ്ലോക്ക് ഔട്ട്സൈഡ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന് വെളിയിലാണ് ഞാൻ അയൺ ബ്ലോക്ക് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? നത്തിങ് വിൽ ഹാപ്പൻ. ഒന്നും സംഭവിക്കില്ല. ആ അയൺ ബ്ലോക്ക് അവിടെ തന്നെ ഇരിക്കും ആൻഡ് മാഗ്നറ്റിന് അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റീജിയൻ ഇൻ സ്പേസ് വേർ ദ എഫക്ട് ഓഫ് മാഗ്നറ്റ് ഈസ് പ്രൊഡ്യൂസ്. അതായത് മാഗ്നറ്റിന്റെ എഫക്ട് എന്താ? ഇറ്റ് അട്രാക്ട്സ് മെറ്റീരിയൽസ്, റൈറ്റ്? സോ ആ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന റീജിയൻ ഇൻ സ്പേസിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു എഫക്ട് നിങ്ങൾക്ക് തന്നെ, നമുക്ക് ലൈക്ക് പല എക്സ്പെരിമെന്റിലൂടെ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വി ആർ ഹാവിങ് എ മാഗ്നറ്റ്, നമുക്കൊരു മാഗ്നറ്റ് ഉണ്ട് ആൻഡ് വി ആർ ഒരു അയൺ ബ്ലോക്ക് നമ്മൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ വി ക്യാൻ ഫീൽ ദാറ്റ് ആ അയൺ ബ്ലോക്കിന് ആ മാഗ്നറ്റ് പുള്ള് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് ദ ആ അയൺ ബ്ലോക്ക് നമ്മൾ ഒരുപാട് ദൂരെ കൊണ്ടുവച്ചാൽ ലൈക്ക് അയൺ ബ്ലോക്കിൽ ഒരു ആക്ഷനും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ബൗണ്ടറിയാണ്. ആ ബൗണ്ടറിക്ക് അകത്ത് മാത്രമേ മാഗ്നറ്റിന്റെ എഫക്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ മാഗ്നറ്റ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ബേസിക്കലി മാഗ്നറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ്സ്. സോ പെർമനന്റ് മാഗ്നറ്റ്സും സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെമ്പററി മാഗ്നറ്റ്സ് ആണ്. സോ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വാട്ട് വിൽ ബി പെർമനന്റ് മാഗ്നറ്റ്സ് ആൻഡ് വാട്ട് വിൽ ബി ടെമ്പററി മാഗ്നറ്റ്സ്, റൈറ്റ്? സോ എന്താണ്, നമുക്ക് നോക്കാം എന്താണ് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. If the properties of magnetism is not lost through time, they are called permanent magnets. So ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് പെർമനന്റ് എന്ന് പറയുമ്പോൾ ആ മാഗ്നറ്റ്, ലൈക്ക് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയലിനെ അട്രാക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ടൈം കൂടുന്ന, ലൈക്ക് ത്രൂ ടൈം, അതായത് സമയം കഴിയുന്തോറും അത് ഒരുപാട് നാളായാലും സ്റ്റിൽ ആ മാഗ്നറ്റിന് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. മീൻസ് സ്റ്റിൽ ആ മാഗ്നറ്റിന് മറ്റ് മെറ്റൽസിനെ അട്രാക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും. സോ അങ്ങനത്തെ മാഗ്നറ്റ്സിനെയാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. എ പെർമനന്റ് മാഗ്നറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് ഈസ് മാഗ്നറ്റൈസ്ഡ് ആൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ പെർസിസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ്. സോ അതിന് സ്വന്തമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു പെർസിസ്റ്റന്റ്, അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും അതിന് ചുറ്റും ഉണ്ടാവും. ആൻഡ് ആ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു മെറ്റീരിയൽ എൻ്റർ ചെയ്താൽ ഇറ്റ് മേ ഗെറ്റ് അട്രാക്റ്റഡ് ഓർ റിപ്പൽഡ്. ഓക്കെ, വൺ എക്സാമ്പിൾ ഓഫ് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റ് ആണ്. ഇപ്പൊ നേരത്തെ കണ്ടല്ലോ നമ്മൾ ബാർ മാഗ്നറ്റ് നമ്മൾ കണ്ടു. സോ ബാർ മാഗ്നറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് പെർമനന്റ് മാഗ്നറ്റ് ഈസ് നത്തിങ് ബട്ട് എ ബാർ മാഗ്നറ്റ്. അതുപോലെ തന്നെ ദർ ഇസ് എ മെറ്റീരിയൽ കോൾഡ് ലോഡ് സ്റ്റോൺ. ലോഡ് സ്റ്റോൺ എന്നാണ് നമ്മൾ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ലോഡ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കല്ലാണ് ആക്ച്വലി. സോ ഇറ്റ് കണ്ടെയ്ൻസ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ലൈക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു കല്ലാണ്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ്
നമ്മൾ ഹ്യൂമൻസ് ഐഡന്റിഫൈ ചെയ്യും, ഓക്കെ സംതിങ് ഇങ്ങനെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ ലോഡ് സ്റ്റോൺ എന്ന് പറയുന്ന കല്ലിൽ നിന്നാണ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെമ്പററി മാഗ്നറ്റ്സ് ആണ്. സോ ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ടെമ്പററി ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നിലനിൽക്കുന്ന മാഗ്നറ്റ്സിനെയാണ് ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ നോട്ട് പെർമനന്റ്, അതായത് അവർക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. സോ മാഗ്നറ്റിക് ഫീൽഡ് വരും പോകും, അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇൻ ദ കേസ് ഓഫ് ടെമ്പററി മാഗ്നറ്റ്സ്. സോ ടെമ്പററി മാഗ്നറ്റ്സിന്റെ ഡെഫിനിഷൻ എന്താ, magnets which are made of soft metals and gets magnetized when exposed to a permanent magnetic field. അതായത് ഒരു മെറ്റീരിയലിനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ എക്സ്പോസ് ചെയ്താൽ ആ മെറ്റീരിയൽ ലൈക്ക് മെറ്റൽ ആയിരിക്കും, ആ മെറ്റീരിയൽ വിൽ ബി ഗെറ്റിംഗ് ഒരു ചെറിയ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലത്തേക്ക് ആ മെറ്റീരിയലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും. പക്ഷേ അറ്റ് ദ മൊമെന്റ് ആ മെറ്റീരിയലിനെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് വെളിയിലെടുത്താൽ ആ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഡിസപ്പിയർ. ഓക്കെ, സോ അതിനെയാണ് ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ദ മെറ്റീരിയൽ ഗെറ്റ്സ് ഡീമാഗ്നറ്റൈസ്ഡ് വെൻ ദേ ആർ റിമൂവ്ഡ് ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലത്തേക്ക് മാത്രമേ ഈ മാഗ്നറ്റിക് ഫീൽഡ് നിലനിൽക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സിനെയാണ് നമ്മൾ ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ടെമ്പററി മാഗ്നറ്റ്സിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് നമ്മൾ എന്താന്ന് കണ്ടു, ലൈക്ക് ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ, അതിന്റെ കൺസിസ്റ്റൻസി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് പെർമനന്റ് മാഗ്നറ്റ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടെമ്പററി മാഗ്നറ്റ് ഇസ് ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. സോ പെർമനന്റ് മാഗ്നറ്റിൽ എങ്ങനെയാണ്, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് there will be a magnetic field around them. ഓക്കെ, ടെമ്പററി മാഗ്നറ്റിന്റെ കേസ് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഡിസപ്പിയർ ആഫ്റ്റർ എ സർട്ടൻ ടൈം. സോ നമ്മൾ പറഞ്ഞു ലൈക്ക് ടെമ്പററി മാഗ്നറ്റ്സിന് എക്സാമ്പിൾ ആണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്, വാട്ട് ഡു യു മീൻ ബൈ എൻ ഇലക്ട്രോ മാഗ്നറ്റ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ബൈ ഡെഫിനിഷൻ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെമ്പററി മാഗ്നറ്റ്, റൈറ്റ്? ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. ആൻഡ് ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്? നമുക്ക് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കറണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. സോ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ലൈക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വി ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിസം. ആ മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് ഇലക്ട്രിക് കറണ്ടിന്റെ സഹായത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റ്. സോ ഇവിടെ കാണിച്ചേക്കുന്ന ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ദിസ് ഈസ് ഒരു മാഗ്നറ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്. സോ ഇതൊരു ഡംപ് യാർഡ് ആണ്, ലൈക്ക് മെനി വേസ്റ്റേജും സ്ക്രാപ്പ് മെറ്റൽസ് ഒക്കെ ഉള്ള ഒരു ഡംപ് യാർഡ്. സോ ആ ഡംപ് യാർഡിന്റെ പുറത്ത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അയേൺ അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസിനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യണം. സോ ഫ്രം ദിസ് ഈ ഒരു ലൈക്ക് ഇത്രയും ഇതിനകത്ത് നിന്നും എനിക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഓർ അയേൺ കണ്ടന്റ് ഉള്ള മെറ്റീരിയൽസിനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യണം. സോ നമുക്ക് അത് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കുക എന്നുള്ളത് ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ, റൈറ്റ്? സോ എളുപ്പവഴി എന്താണ്, വി വിൽ പ്ലേസ് എ മാഗ്നറ്റ് നിയർ ടു ഇറ്റ്. നമ്മളൊരു മാഗ്നറ്റ് അടുത്ത് വെച്ചാൽ അയൺ കണ്ടന്റ് ഉള്ള മെറ്റീരിയൽസ് എല്ലാം മാഗ്നറ്റിൽ ഓബിയസ്ലി അട്രാക്ട് ആവും. പക്ഷേ ഇത്രയും വലിയ മാഗ്നറ്റ് നമുക്ക് ലൈക്ക് പെർമനന്റ് മാഗ്നറ്റ്സ്, ബാർ മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ലൈക്ക് ചെറുതാണ് ബാർ മാഗ്നറ്റ്. ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്സ് ആർ മോസ്റ്റ്ലി സ്മോളർ ഇൻ സൈസ്. അപ്പൊ നമുക്ക് ആ ചെറിയ മാഗ്നറ്റ് വെച്ച് ഇത്രയും അധികം മെറ്റീരിയൽസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ചെയ്യുന്ന എന്താ, വി ക്യാൻ ക്രിയേറ്റ് എൻ ഇലക്ട്രോ മാഗ്നറ്റ്. സോ നമ്മളൊരു മെറ്റൽ പ്ലേറ്റ് എടുത്തു ആൻഡ് വി വിൽ ബി പാസിംഗ് ഇലക്ട്രിക് കറന്റ് ത്രൂ ഇറ്റ്. സോ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും. ഈ ഒരു മെറ്റൽ പ്ലേറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും. എന്നിട്ട് നമ്മൾ ആ പൈൽ ഓഫ് വേസ്റ്റേജിന്റെ പുറത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ ഓൾ ദ മാഗ്നറ്റിക് മെറ്റീരിയൽസ് വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ടു ദ ഇലക്ട്രോ മാഗ്നറ്റ്, റൈറ്റ്? ആൻഡ് ഇതൊന്നും നമുക്ക് എങ്ങനെ ലൈക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ കറണ്ട് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു മൊമെന്റിൽ ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. സോ ഓൾ ദി മെറ്റൽസ്, നമ്മൾ കളക്ട് ചെയ്ത മെറ്റൽസ് എല്ലാം ഈസിലി നമുക്ക് അതൊന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ യൂസേജ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കറന്റ് വി ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്, റൈറ്റ്? സോ നമുക്ക് ഡിസൈഡ് ചെയ്യാം ലൈക്ക് ഹൗ മച്ച് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വി വാണ്ട്. So the strength of magnetic field depends on the current. So ipo namukku high strength ulla oru magnetic field aanu vendathengil we have to supply more amount of current to the magnet, to the metal. Okay, so
That is one main advantage of electromagnet. So strength of the magnetic field depends on the current that we are providing. Okay. So electromagnet എന്ന് പറയുന്നത് one of the best examples of a temporary magnet ആണ്. So electromagnet നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കണ്ടക്ടർ, ഒരു മെറ്റൽ കണ്ടക്ടർ ഓർ മെറ്റൽ കോയിൽ നമ്മൾ ഇലക്ട്രിഫൈ ചെയ്താൽ, ലൈക്ക് ഇഫ് യു ആർ പാസിംഗ്, നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഒരു മെറ്റൽ കോയിൽ പാസ് ചെയ്താൽ വി ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റ് ബൈ ഇറ്റ്. ഓക്കെ. ഈ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. സോ ദിസ് ഈസ് എ ട്രെയിൻ കോൾഡ് മാഗ്നറ്റ്, മാഗ്ലവ്. ഓക്കെ. സോ ഇതിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. സോ ഇവിടെ സംഭവിക്കുന്നത് ഈ ട്രെയിൻ വിൽ ബി ഗോയിങ് ലൈക്ക് ഹൈ സ്പീഡ് ട്രെയിൻ ആണ്, ആൻഡ് ദീസ് ട്രെയിൻസ് ഡു നോട്ട് ഹാവ് ടയേഴ്സ്. ഈ ടയറിന് പകരം നമ്മൾ ഇവിടെ ആക്ച്വലി ദർ വിൽ ബി സം മാഗ്നറ്റ്സ്, ഇലക്ട്രോമാഗ്നറ്റ്സ് അറേഞ്ച് ഇൻ ദ പ്ലേസ് ഓഫ് ടയർ. ടയറിന്റെ സ്ഥലത്ത് നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, ടയറിന്റെ സ്ഥലത്ത് നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, ആൻഡ് ആ റെയിൽസിലും ദർ വിൽ ബി മാഗ്നറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇവിടെ ഉള്ള ഒരു മാഗ്നറ്റിക് രണ്ട് മാഗ്നറ്റ്സ് ഉണ്ടാവും, ആൻഡ് ദേ വിൽ ബി റിപ്പലിംഗ് ഈച്ച് അതർ. സോ വെൻ ദ ട്രെയിൻ ഈസ് റണ്ണിങ്, ആ ടൈമിൽ ട്രെയിൻ ഈസ് നോട്ട് ജസ്റ്റ് റണ്ണിങ് ത്രൂ ദ ട്രാക്സ്, പക്ഷെ അതൊരു ലൈക്ക് ഫ്ലോട്ട് ചെയ്തിട്ട് ഒഴുകുന്നൊരു ഫീലാണ്. സോ ഒഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒഴുകുന്നത് കൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറവായിരിക്കും. സോ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. So that is happening here. So this is an application of an electromagnet, maglev trains. Okay. Next നമ്മൾ നോക്കാൻ പോകുന്നത് ഓയിസ്റ്റഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. സോ നമ്മൾ പറഞ്ഞു ലൈക്ക് വി ക്യാൻ ക്രിയേറ്റ്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് ത്രൂ ദ പാസേജ് ഓഫ് കറന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എക്സ്പെരിമെന്റലി ആദ്യം കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓയിസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. സോ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് മനസ്സിലായത് ഓക്കെ ഫൈൻ, നമ്മൾ ഒരു കറണ്ട് പാസ് ചെയ്താൽ വി ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് കോൾഡ് ഓയിസ്റ്റഡ് എക്സ്പെരിമെന്റ്. സോ എന്താണ് ഓയിസ്റ്റഡ് എക്സ്പെരിമെന്റ്, ലൈക്ക് ഹൗ ഡിഡ് ഹി ഫൈൻഡ് ഔട്ട് ദാറ്റ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്താൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിച്ചതാണ്. സോ വി വിൽ ലുക്ക് ഇൻ ടു ദ എക്സ്പെരിമെന്റ്. ഓക്കെ. സോ ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ട്, ഒരു സർക്യൂട്ട് ഈസ് ദയർ കണക്റ്റഡ് ടു എ ബാറ്ററി, ആൻഡ് ലൈക്ക് വി ഹാവ് എ കണ്ടക്ടിങ് വയർ. സോ ആ കണ്ടക്ടിങ് വയറിന് അടുത്തായിട്ട് നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുണ്ട്. സോ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് ഇറ്റ് ഡിഫ്ലെക്ട്സ്, റൈറ്റ്? നമ്മൾ കോമ്പസ് കണ്ടിട്ടുണ്ട്, നമുക്ക് ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് എ മാഗ്നറ്റിക് കോമ്പസ്. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അനുസരിച്ച് മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യും. സോ ആ മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ ഒരു സർക്യൂട്ടിന്റെ അടുത്ത് കൊണ്ട് വെച്ചേക്കാണ്, ഒരു കണ്ടക്ടിങ് വയറിന്റെ അടുത്ത് വെച്ചേക്കാണ്. ആൻഡ് ദ കണ്ടക്ടിങ് വയർ എവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ പവർ സോഴ്സ്, അതായത് ഒരു ബാറ്ററിയിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് whenever the circuit, ഈ സർക്യൂട്ട് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, കറണ്ട് വിൽ പാസ് ത്രൂ ഇറ്റ്, റൈറ്റ്? കറണ്ട് ഫ്രം ദ ബാറ്ററി വിൽ പാസ് ത്രൂ ദ കണ്ടക്ടിങ് വയർ. സോ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹാൻസ് ക്രിസ്റ്റ്യൻ ഓയിസ്റ്റഡ് എന്താ കണ്ടത്, ലൈക്ക് whenever current is passing, the magnetic compass is deflecting. So what happens to the needle of a magnetic compass when placed near a current carrying coil? So current carrying coil behaves like a magnet and affects other magnet and magnetic objects in its magnetic field. Therefore, the needle in the compass gets deflected when we place the compass near the conducting wire. So ഇതായിരുന്നു ഹാൻസ് ക്രിസ്റ്റ്യൻ ഓയിസ്റ്റഡ് എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ. അതായത് ആ കോമ്പസ്, അതായത് ആ സർക്യൂട്ടിന് അടുത്തുള്ള കോമ്പസ് സ്റ്റാർട്ടഡ് ഡിഫ്ലക്റ്റിംഗ്. എപ്പോ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. സോ അതിനർത്ഥം എന്താണ്, ദർ ഷുഡ് ബി, ഈ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അതിന് ചുറ്റിലും ദർ ഷുഡ് ബി എ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റഡ്, റൈറ്റ്? സോ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. സോ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ്, മീൻസ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓയിസ്റ്റഡിന് മനസ്സിലായി ദാറ്റ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടക്ടിങ് വയർ ഈസ് ആക്ടിങ് ആസ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് മാഗ്നറ്റിക് കോമ്പസിൽ ഡിഫ്ലക്ഷൻ കാണിച്ചത്. സോ വാട്ട് ആർ ദ ഒബ്സർവേഷൻ, ആ എക്സ്പെരിമെന്റിൽ നിന്നും അദ്ദേഹത്തിനുണ്ടായ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? ഓയിസ്റ്റഡ് ഒബ്സർവ്ഡ് ദാറ്റ് എ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ deflected violently when brought close to a current carrying wire. So this is important. അതായത് ആ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഈസ് ദയർ. ആ റീജിയനകത്ത് വെച്ചാൽ മാത്രമേ മാഗ്നറ്റിക് എഫക്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. സോ ആ മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ എത്ര അടുത്ത് കൊണ്ടുവരുന്നോ അത്രയും വയലന്റ് ഡിഫ്ലക്ഷൻസ് നമുക്ക് മാഗ്നറ്റിക് കോമ്പസിൽ കാണാൻ പറ്റും. സോ ഇറ്റ് മീൻസ് ദാറ്റ് the magnetic field strength is increasing when we are approaching the wire. Okay, നമ്മൾ വയറിന് അടുത്തോട്ട് പോകുന്നതോറും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടി വരികയാണ്. സെക്കൻഡ് ഒബ്സർവേഷൻ എന്താണ്? This effect led him to conclude that moving charges in the form of a current possesses a certain magnetic field. So
നമുക്ക് മനസ്സിലായി ലൈക്ക് മൂവിങ് ചാർജസ് ഓർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കണ്ടക്ടിങ് വയർ, ഒരു കണ്ടക്ടിങ് വയറിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ആ കണ്ടക്ടിങ് വയർ ഈസ് ആക്ടിങ് ആസ് എ മാഗ്നറ്റ്, റൈറ്റ്? ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് എ വയർ ക്യാൻ ഓൾസോ ബി കൺവേർട്ടഡ് ടു എ മാഗ്നറ്റ്. സോ ഇതാണ് ബേസിസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം. അതായത് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ വി ക്യാൻ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. സോ അത് കണ്ടുപിടിച്ചത് ഓയ്സ്റ്റഡ് എക്സ്പെരിമെന്റിലൂടെ. സോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം കറണ്ട് ലൈക്ക് എത്രത്തോളം എമൗണ്ട് ഓഫ് കറണ്ട് നമ്മൾ പാസ് ചെയ്യുന്നോ അത്രത്തോളം ഹൈ സ്ട്രെങ്ത് മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഡിസൈഡ്, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്തുമാത്രം സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണം എന്നുള്ളത്. സോ ദിസ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, സോ നമ്മൾ എന്താണ് ലൈക്ക് വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡിസ്കഷൻ, ഇൻ ദിസ് പർട്ടിക്കുലർ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാഗ്നറ്റ് എന്താണെന്ന് പഠിച്ചു, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീജിയൻ ഇൻ സ്പേസ് വേർ ദ എഫക്ട് ഓഫ് മാഗ്നറ്റ് ഈസ് ഫെൽറ്റ്. സോ മാഗ്നറ്റിന്റെ എഫക്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ഉണ്ട്, ഒരു ബൗണ്ടറി ഈസ് ദർ. ആ ഒരു ബൗണ്ടറിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടു, ബേസ്ഡ് ഓൺ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കോൺസിസ്റ്റൻസി വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടു. അത് ടെമ്പററി മാഗ്നറ്റ്സ് ആണ് ഒരു ക്ലാസിഫിക്കേഷൻ, ആൻഡ് ദി അതർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ്സ് ആണ്. ഓക്കെ, സോ ടെമ്പററി മാഗ്നറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിന് ഒരുപാട് ലൈക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. വൺ സച്ച് ആപ്ലിക്കേഷൻ ഈസ് മാഗ്ലവ്, ലൈക്ക് ആ ഹൈ സ്പീഡ് ട്രെയിൻ യൂസ് ഇലക്ട്രോമാഗ്നറ്റിസം. ഓക്കെ, ആൻഡ് നമ്മൾ പിന്നെ കണ്ടത് വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇലക്ട്രോമാഗ്നറ്റിസം, അത് എക്സ്പെരിമെന്റലി എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിസം കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ ഓയ്സ്റ്റഡ് എക്സ്പെരിമെന്റിലൂടെ നമ്മൾ മനസ്സിലാക്കി. സോ ഓയ്സ്റ്റഡ് എക്സ്പെരിമെന്റ് പറയുന്നത് എന്താ? whenever a current is passed through a conducting wire, a magnetic field is produced. So current carrying conductors magnet ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ആ കറണ്ട് ഇപ്പൊ നമ്മൾ ലൈക്ക് കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് കട്ട് ഓഫ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ബി എ നോർമൽ കണ്ടക്ടിങ് വയർ ഓൺലി. അതിന് ചുറ്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് ഡിസപ്പിയർ ആവും. സോ ഇറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ് ഓർ എൻ ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, സോ നമുക്കിനി ലൈക്ക് വി വിൽ ഡു സം ക്യൂസസ്, അതായത് നമ്മൾ ഇപ്പോൾ പഠിച്ചതിന്റെ ലൈക്ക് വി വിൽ ജസ്റ്റ് റിവൈസ് ആൻഡ് വി വിൽ ലിസ്റ്റ് ഔട്ട് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലിസ്റ്റ് ഔട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് കണ്ടു. ഇറ്റ് ഈസ് ദ റീജിയൻ ഇൻ സ്പേസ് വേർ നമുക്ക് മാഗ്നറ്റിക് എഫക്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന റീജിയൻ ഇൻ സ്പേസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പേ ഫോം ചെയ്യത്തുള്ളൂ. ദേ ഓൾവേസ് ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ്. ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ്. അതായത് ഇപ്പൊ നമ്മളൊരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്താൽ, ലെറ്റ് us കൺസിഡർ എ ബാർ മാഗ്നറ്റ്. ഇതിനൊരു രണ്ട് പോൾസ് ഉണ്ടായിരിക്കും, നോർത്ത് ആൻഡ് സൗത്ത്, റൈറ്റ്? സോ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് പോളിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ട് സൗത്ത് പോളിൽ വന്ന് എൻഡ് ചെയ്യും. സോ ദിസ് ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ്. ഇതൊരിക്കലും ലൈക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മിഡ് സെക്ഷനിൽ എൻഡ് ചെയ്യത്തില്ല. ഇറ്റ് വിൽ ഓൾവേസ് എൻഡ് അറ്റ് സൗത്ത് പോൾ. സോ മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ് ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് വിൽ നെവർ ഇന്റർസെക്ട്. അവർ തമ്മിൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഇന്റർസെക്ട് ഈച്ച് അതർ. സോ ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ ലൈക്ക് വെൻ വി ഡിസ്കസ് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടായിരുന്നു. സോ ആ ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ലൈക്ക് ഈ ഓരോ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ മാഗ്നറ്റിക് ഫീൽഡും സൗത്ത് പോളിൽ എൻഡ് ചെയ്യും. ആൻഡ് ലൈക്ക് എല്ലാ മാഗ്നറ്റിക് ഫീൽഡും ഡിഫറെന്റ് ആയിരിക്കും, ലൈക്ക് ഡിഫറെന്റ് പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അവരൊരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല, ലൈക്ക് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, ലൈക്ക് ഇങ്ങനെ ഒന്ന് സൗത്ത് പോളിൽ ഇന്റർസെക്ട് ചെയ്യത്തില്ല. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. സോ ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതൽ, ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ലാർജ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. സോ ഇൻ കേസ് ഒരു ബാർ മാഗ്നറ്റിന്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ, ബാർ മാഗ്നറ്റിൽ ഏറ്റവും സ്ട്രെങ്ത് കൂടിയ പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ പോൾസ് ആണ്, ലൈക്ക് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. സോ ഈ ഒരു പോർഷനിലായിരിക്കും ഏറ്റവും സ്ട്രെങ്ത് കൂടുതൽ. വിച്ച് മീൻസ് ദാറ്റ് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ലൈക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സ്റ്റാർട്ടിങ് ഫ്രം നോർത്ത് പോൾ, റൈറ്റ്? സോ ഈ ഒരു പർട്ടിക്കുലർ റീജിയൻ നമ്മൾ എടുത്താൽ
അവിടെയുള്ള നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രൗഡഡ് ആയിരിക്കും, ലൈക്ക് വളരെ അടുത്തടുത്തായിരിക്കും, പക്ഷെ അവരൊരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. സോ വേറെവർ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് മോർ, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ക്രൗഡഡ്. ഓക്കെ, സോ ദിസ് അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത്, ലൈക്ക് ബാർ മാഗ്നറ്റിന്റെ പോൾസിലായിരിക്കും ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത്. സോ അവിടെ സ്ട്രെങ്ത് കൂടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഭയങ്കര ഹൈ ഡെൻസിറ്റിയിലുണ്ട്, ലൈക്ക് ദേ ആർ ക്രൗഡഡ്. ആൻഡ് ഇപ്പം ഒരു ബാർ മാഗ്നറ്റിന്റെ സെൻട്രൽ പോർഷൻ ഒക്കെ എടുത്താൽ there the magnetic field strength കുറവാണ്. സോ അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സ്പ്രെഡ് അപ്പാർട്ട്, ദൂരെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറയാൻ കാരണം. ഓക്കെ, ആൻഡ് ഫൈനൽ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയാണ്, നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിൽ എൻഡ് ചെയ്യും. ബട്ട് ഇൻസൈഡ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിന്റെ അകത്ത് ഡയറക്ഷൻ ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി പറഞ്ഞ എന്താ, ദേ ഓൾവേസ് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്, റൈറ്റ്? സോ ഇതൊരു ബാർ മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ വി ഹാവ് ടു പോൾസ്, നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. സോ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സ്റ്റാർട്ടിങ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് ഇൻ ദ സൗത്ത് പോൾ. പക്ഷേ ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇഫ് യു കൺസിഡർ, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇഫ് യു കൺസിഡർ ദ ഡയറക്ഷൻ ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ഓക്കെ, സോ ദ ഡയറക്ഷൻ of magnetic field is from south to north inside the magnetic field. അത് എപ്പോഴും ശ്രദ്ധിക്കണം, മാഗ്നറ്റിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ആയിരിക്കും. ഓക്കെ ഓക്കെ, സോ ഇതാണ് 4 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, ദേ ഓൾവേസ് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഓക്കെ, ആൻഡ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫീൽഡ് ലൈൻസ് വിൽ ബി ക്രൗഡഡ് വെയർ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് മോർ. എവിടെയാണോ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതൽ അവിടെ കൂടുതൽ ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ലൈൻ, മാഗ്നറ്റിനകത്ത് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ലൈൻസ് ഈസ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഡസ് ടു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ? എന്തുകൊണ്ടാണ്, നമ്മൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല എന്നുള്ളത്. സോ എന്തുകൊണ്ടാണ് അവർ ഇന്റർസെക്ട് ചെയ്യാത്തത്? സോ അതിന്റെ റീസൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us consider two magnetic field. Okay, first of all let us consider, നമുക്കൊരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യാം. So this bar magnet is having two poles which is north and south. So ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും അറിയാം നമുക്ക്, ലൈക്ക് ഫ്രം നോർത്ത് ടു സൗത്ത് ആണ്. സോ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വി നോ ദ ഡയറക്ഷൻ, റൈറ്റ്, നോർത്ത് ടു സൗത്ത്. അപ്പൊ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഞാൻ എ എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, and let us consider another magnetic field which is also starting from the same direction, north to south, and ഇതിന് ഞാൻ ബി എന്ന് പേര് കൊടുക്കുകയാണ്. സോ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും രണ്ട് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ലൈക്ക് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, ലൈക്ക് ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഫ്രം നോർത്ത് ടു സൗത്ത്. അതായത് ഇപ്പോൾ ഒരു ലൈക്ക് ലെറ്റ് us say ഈ രണ്ട് ഡിസ്റ്റൻസ് തമ്മിലുള്ള പോയിന്റിനെ നമുക്ക് ഒരു പേരിട്ടുള്ളൂ, സി ആൻഡ് ഡി. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഫ്രം സി ടു ഡി. സിമിലർലി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താലും നിങ്ങൾക്കൊരു ഡെഫിനറ്റ് ഡയറക്ഷൻ പറയാൻ പറ്റും, എങ്ങോട്ടാണ് ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നുള്ളത്. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ലൈക്ക് ടു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ലൈക്ക് എ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ് സൈഡും. അടുത്ത വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കൺസിഡർ ചെയ്യാം, ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ലെറ്റ് us assume, നമുക്ക് അസ്യൂം ചെയ്യാം, ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. ഓക്കെ, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ആണിത്, എ ആൻഡ് ബി. സോ ഇവർ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ഒരു പോയിന്റിന് നമ്മൾ ലൈക്ക് ഈ ഒരു പോയിന്റ് ലെറ്റ് us say ആ പോയിന്റ് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പോയിന്റിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് വിച്ച് ഈസ് എ ആൻഡ് ബി. സോ ആ പോയിന്റിലെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് ഡയറക്ഷൻ പറയേണ്ടി വരും. മേ ബി അത് ലെഫ്റ്റിലോട്ടാവാം, എന്റെ ഡയറക്ഷൻ ആണെങ്കിൽ മേ ബി അത് ലെഫ്റ്റിലോട്ടാവാം, ഓർ ബിന്റെ ഡയറക്ഷൻ ആണ് പറയുന്നതെങ്കിൽ വി ഹാവ് ടു സേ അത് റൈറ്റിലോട്ടാവും. സോ അങ്ങനത്തെ ഒരു കേസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വിച്ച് മീൻസ് ടു ഡയറക്ഷൻസ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു പോയിന്റ് അറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ നെവർ ഹാവ് ടു ഡയറക്ഷൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഇന്റർസെക്ട് ചെയ്താൽ
a single point will have two direction. In the magnetic field. So അതൊരിക്കലും possible അല്ല, കാരണം magnetic field will always have one particular direction, which is not possible. So അതുകൊണ്ടാണ് എന്ത് magnetic field lines intersect ചെയ്യില്ല എന്ന് നമ്മൾ പറയുന്നത്. Okay. So ഇതാണ് ഇതിന്റെ റീസൺ why magnetic field lines will never intersect each other, because intersect ചെയ്ത ആ intersect ചെയ്യുന്ന പോയിന്റിൽ magnetic field will have two direction, which is not possible. നമുക്ക് അതൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, ഏത് മേ ബി ഈ ഡയറക്ഷനിലാവാം, മേ ബി ആ ഡയറക്ഷനിലാവാം, which is not possible. സോ അതുകൊണ്ട് magnetic field lines ഒരിക്കലും intersect ചെയ്യത്തില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ. ലൈക്ക് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പഠിച്ചു, എന്താണ് മാഗ്നറ്റ്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ യു വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ഡിഫറെന്റ് റൂൾസ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സെറ്റ് ഓഫ് റൂൾസിനെ കുറിച്ച് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, സി യു. Manorama Horizon, learning made simple.